നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ ഏറെ പ്രതീക്ഷയോടെ അവതരിപ്പിച്ച തീവണ്ടിയാണ് വന്ദേ ഭാരത്. കേരളത്തിലെ അതിവേഗ തീവണ്ടി മോഹത്തെ തകർത്ത തുറുപ്പുചീട്ട്. എന്നാൽ ഈ വണ്ടിയിൽ കേന്ദ്രത്തിന് താളം തെറ്റുകയാണോ? ഈ സംശയം ചർച്ചയാകുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പുതിയ വന്ദേ ഭാരത് തീവണ്ടികളിൽ പലതും പൊടി പിടിച്ചു കിടക്കുകയാണ്. ഇത് റെയിൽവേക്ക് സാമ്പത്തിക ബാധ്യതയായി മാറും. കേരളത്തിൽ വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റാണ്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. രാജ്യത്ത് 16 വന്ദേ ഭാരത് വണ്ടികളാണ് ഓടാതെ വെറുതെ കിടക്കുന്നത്. ഓടിക്കാൻ പറ്റിയ ട്രാക്കുകളും ലാഭം കിട്ടുന്ന റൂട്ടുകളും ഇല്ലാത്തതിനാലാണ് 800 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച 16 വന്ദേ ഭാരത് ട്രെയിനുകൾ വെറുതെ കിടക്കുന്നത്. മണിക്കൂറിൽ 130 മുതൽ 160 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനുകളാണ് വന്ദേ ഭാരത്. എന്നാൽ സിഗ്നലുകൾ നവീകരിച്ചും ഈ വേഗം കൈവരിക്കാൻ കഴിയുന്നതുമായ ട്രാക്കുകൾ ഇന്ത്യയിൽ കുറവാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു. ഇത് കേരളവും ചർച്ചയാക്കും. കേരളം സിൽവർ ലൈൻ പദ്ധതി മുമ്പോട്ട് വെച്ചത് ഈ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടാണ്. വന്ദേ ഭാരതിലെ പ്രതിസന്ധിയിൽ അതിവേഗ റെയിൽ പാതയെന്ന സിൽവർ ലൈൻ പദ്ധതി വീണ്ടും ട്രാക്കിലാക്കാനുള്ള സാധ്യത കേരളം തേടും. ഇതിനുവേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കും. അതിവേഗ യാത്രയ്ക്ക് പ്രത്യേക സംവിധാനം വേണമെന്ന ആവശ്യം സജീവമാക്കിയാണ് കേരളത്തിന്റെ ലക്ഷ്യം. ട്രാക്കുകളുടെ അപര്യാപ്തതയും ലാഭകരമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതുമാണ് വന്ദേ ഭാരതിന് വെല്ലുവിളിയാകുന്നത്. മറ്റു വണ്ടികളുടെ സമയക്രമത്തെ ബാധിക്കാത്ത രീതിയിലുള്ള റൂട്ടുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അധികൃതർ പ്രതീക്ഷിച്ചതുപോലെ അതിവേഗ വണ്ടികൾ ഓടിക്കാവുന്ന രീതിയിൽ ട്രാക്കുകൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് തീവണ്ടികൾക്ക് വേണ്ടി പല ഹ്രസ്വദൂര വണ്ടികളും പിടിച്ചിടേണ്ടി വരുന്നു. 8 കോച്ചുള്ള വന്ദേ ഭാരത് വണ്ടി ഓടുന്ന റൂട്ടിൽ പലപ്പോഴും 4-5 വണ്ടികൾ പിടിച്ചിരുന്നു. ഈ വണ്ടികളിൽ യാത്ര ചെയ്യുന്നത് 5000-ഓളം പേരാണ്. 8 കോച്ചുള്ള വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത് 500 പേരും. 500 പേർ യാത്ര ചെയ്യുന്നതിനായി 5000-ഓളം പേർ വഴിമാറി കൊടുക്കേണ്ടി വരുന്നു. ഇത് വന്ദേ ഭാരത് വണ്ടികൾക്കെതിരെ യാത്രക്കാരിൽ പ്രതികൂല വികാരം ഉണ്ടാക്കുമെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു. 52 കോടി രൂപയാണ് 8 കോച്ചുള്ള വന്ദേ ഭാരത് നിർമ്മിക്കാൻ വേണ്ടിവരുന്ന തുക. 800 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച 16 വന്ദേ ഭാരത് വണ്ടികളാണ് ഇപ്പോൾ വെറുതെ ഇട്ടിരിക്കുന്നത്. വന്ദേ ഭാരത് ചെയർകാറിന് ഒരു ഭാഗത്തേക്ക് 8 മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതിനാൽ തന്നെ 8 മണിക്കൂറിൽ യാത്ര അവസാനിക്കുന്ന തിരക്കുള്ള റൂട്ടുകൾ മാത്രമേ തിരഞ്ഞെടുക്കാനാവൂ. അർദ്ധരാത്രി മുതൽ രാവിലെ 5 വരെ വന്ദേ ഭാരത് ചെയർകാർ സർവീസ് നടത്താറില്ല. വന്ദേ സ്ലീപ്പർ തീവണ്ടികൾ അവതരിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ്. ഈ തീവണ്ടിയുടെ മോഡലും പുറത്തു വന്നു. ഇതിനിടയിലാണ് വന്ദേ ഭാരതിലെ പ്രശ്നങ്ങളും ചർച്ചയാകുന്നത്. ഈ സാഹചര്യം വന്ദേ മെട്രോയെയും തകർക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ഏതായാലും റെയിൽവേ എല്ലാ സാധ്യതകളും വന്ദേ ഭാരതിന് ട്രാക്കിലാക്കാൻ പരിഗണിക്കുന്നുണ്ട്. അതേസമയം അടുത്തിടെ രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബംഗളൂരുവിൽ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തെ തീവണ്ടി യാത്രക്കാർക്ക് പുത്തൻ അനുഭവമായി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഈ തീവണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. 9 മാസം കൊണ്ടായിരുന്നു നിർമ്മാണം. 11 AC 3 ടയർ കോച്ചുകളും 4 AC 2 ടയർ കോച്ചുകളും ഒരു 1-ാം ക്ലാസ് AC കോച്ചും ഉൾപ്പെടെ മൊത്തം 16 കോച്ചുകളും 823 ബർത്തുകളും ഇതിലുണ്ട്. വണ്ടി ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പാളത്തിലിറക്കിയുള്ള പരീക്ഷണ ഓട്ടവും പൂർത്തിയാക്കി സുരക്ഷ ഉറപ്പുവരുത്തി 3 മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡാണ് വണ്ടി രൂപകൽപ്പന ചെയ്തത്. ബംഗളൂരുവിലെ ബെമലിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവായിരുന്നു വണ്ടി പുറത്തിറക്കിയത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. 160 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന.